ഒരു സ്റ്റോറി ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ്. അതിൽ എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് ACP താര മാത്യു ഒരു ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറാണ്. ഇൻ ദ സെൻസ് അവരുടെ ക്യാരക്ടറൈസേഷൻ വളരെ സ്ട്രോങ് ആണ്, അല്ലാതെ ഒരു സബ്ജക്റ്റ് ഓറിയൻറ്റഡ് മാറ്ററാണ്. അതൊരു നല്ല ട്രെൻഡല്ലേ, എല്ലാവർക്കും കൂടുതൽ ചെയ്യാനുള്ള ഒരു സന്ദർഭമുണ്ട്, എല്ലാവർക്കും കൂടുതൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ഐ തിങ്ക് എന്നെ പോലെ ഒരു ആക്ടേഴ്സിന് അത് ഭയങ്കര ഭാഗ്യമാണ്. ബിക്കോസ് ഐ തിങ്ക് കറക്റ്റ് ടൈമിൽ വന്ന ശേഷം ഈ വേ ഓഫ് തിങ്കിങ്, വേ ഓഫ് ടേക്കിംഗ് എ മൂവി എല്ലാം ഒത്തിരി മാറിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ചെറിയ ഈ നമുക്കും ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. വെറുതെ ഒരു മരത്തിൻ്റെ അടിയിൽ നിന്നിട്ട് ഒരു പാവടമൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ഒരു റോൾ മാത്രമല്ല. സോ നമുക്കും ചെയ്യാൻ നമ്മുടെ അഭിനയിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്, ആൻഡ് അങ്ങനത്തെ ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്. സോ ഐ തിങ്ക് ഈ സമയം മലയാളം ഇൻഡസ്ട്രി ആൻഡ് കേരള ഇൻഡസ്ട്രിൻ്റെ കൂടെ ഒരു ബന്ധം ഉണ്ടാവാൻ എനിക്ക് ഭാഗ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ചിത്രം ഒരു എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അത് അപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. ബിക്കോസ് ആ കോർ ടീം തന്നെ ഒരു ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളൊരു ടീമാണ്. അപ്പോൾ നമുക്ക് ദിവസം ഒരു ക്ലാസ് പോലെ ഉണ്ടായിരുന്നു. എല്ലാം കാണുന്നവർ എല്ലാം ടീച്ചേഴ്സാണ്, പ്രിൻസിപ്പളാണ്, എല്ലാവർക്കും അവരുടെ വർക്ക് ഇങ്ങനെ ബൈ ഹാർട്ടായിട്ട് അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത് ഐ തിങ്ക് അവാർഡ് ഉണ്ടോ ഇല്ലയോ, ആൾക്കാർ വന്ന് നമ്മുടെ അടുത്ത് ഇങ്ങനെ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അത് ഞാൻ ഒരു അവാർഡായിട്ടാണ് ഞാൻ സ്വീകരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിനിമ എൻ്റെ വൺ ഓഫ് മൈ ടോപ്പ് ആൻഡ് എന്താ പറയുക ചെക്ക് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് ആ സിനിമേൻ്റെ നിന്ന് കിട്ടിയത്. ആൻഡ് വേണു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തത്, ഉണ്ണി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത് ഒരു ഭയങ്കര എനർജി ആൻഡ് ഭയങ്കര ഒരു പുതിയ വേ ഓഫ് ഫിലിം മേക്കിംഗ് ഞാൻ കണ്ടിട്ട് പോലില്ല. വേണു സാറിൻ്റെ സ്പീഡൊക്കെ നമ്മൾ എടുക്കുമ്പോൾ പിന്നെ അടുത്ത സിനിമ കാണുമ്പോൾ ഞാൻ അയ്യോ ഒരു സീൻ എടുക്കാൻ നമുക്ക് ഇത്ര നേരം എടുക്കാൻ, വേണു സാർ ആ സെയിം സമയത്തിൽ 3 സീൻ എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആകുമ്പോൾ ടു ബി പാർട്ട് ഓഫ് ദറ്റ് എക്സ്പീരിയൻസ് ഇസ് സൂപ്പർ. ഇല്ല, മോസ്റ്റ്ലി ക്യാരക്ടർ നോക്കിയിട്ട് എനിക്ക് ആ ക്യാരക്ടറിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ ഒരു സെലക്ഷനേ ഉള്ളൂ. അല്ലാതെ സിനിമ ഹിറ്റാവോ യെസ് എല്ലാം പോയിൻറ്റ്സ് ഓഫ് വ്യൂ നോക്കണം. പക്ഷെ കൂടുതൽ എനിക്ക് എന്താ കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഇത് ഞാൻ എടുക്കാറുണ്ട്. തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു അല്ല, തിയേറ്റർ ആർട്ടിസ്റ്റുമാണ് ഞാൻ. അത് വിട്ടിട്ടില്ല, അത് വിടാനുള്ള ഒരു പരിപാടിയില്ല. തിയേറ്റർ ആൻഡ് സിനിമ വളരെ ഡിഫറെൻ്റാണ്. അത് ഐ തിങ്ക് ഞാൻ കുറേ ഇൻ്റർവ്യൂസിൽ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട്. തിയേറ്റർ ചെയ്യുന്ന ആൾക്കാർക്കും സിനിമ ചെയ്യുന്ന ആൾക്കാർക്കും ഒരാളാണെങ്കിൽ അവർക്ക് തന്നെ മനസ്സിലാവും ഇത് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു ഫീൽഡാണ്. ഈവൻ ദോ ആക്ടിങ് അല്ലേ, ഇതും ആക്ടിങ് അതും ആക്ടിങ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ മീഡിയം ഒത്തിരി ഡിഫറെൻ്റ് ആണ്. സോ തിയേറ്റർ വിൽ ബി തിയേറ്റർ ആൻഡ് ഫോർ മീ ഫിലിം വിൽ ബി ഫിലിം. ഉറപ്പായിട്ടും ഒന്നാം ലോക മഹായുദ്ധം ഒരു മോർ ഓർ ലെസ് ന്യൂ ജനറേഷൻ ഫിലിം എന്ന് തന്നെ പറയാം. ബിക്കോസ് എനിക്ക് മലയാളത്തിൽ വാക്കാറിനൂടാ, പക്ഷേ ഇറ്റ്സ് വെരി റേസി, ഇറ്റ്സ് ഗോട്ട് എ ഗുഡ് പേസ് ആൻഡ് അത്രയും സ്ലോ ആയിട്ട് പോകാനുള്ള ചാൻസ് ഇല്ല സിനിമയിൽ. ബിക്കോസ് ഇറ്റ്സ് അങ്ങനത്തെ ഒരു കഥയാണ്. സിനിമയെ കുറിച്ച് മാത്രമാണോ നമുക്ക് ഫ്യൂച്ചറിൻ്റെ പ്രശ്നം? ഐ തിങ്ക് സിനിമേൻ്റെ ഒരു മീഡിയം ഇസ് ദ മോസ്റ്റ് വൈഡ്ലി റെക്കഗ്നൈസ്ഡ് മീഡിയം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ അതിന് കാരണം സിനിമ വേറെയാണ്, ബാക്കി നമ്മുടെ ഫുൾ ലൈഫ് വേറെയാണ്. ഇൻഫാക്ട് നമ്മൾ ഇൻഫോസിസ് എന്നൊരു കമ്പനിയിൽ പോയി വർക്ക് ചെയ്താലും അതിൻ്റെ ഒരു കാലമുണ്ട്. അപ്പോൾ സിനിമയെ ഇന്ന് നമുക്ക് അങ്ങനെ സെപ്പറേറ്റായിട്ട് കാണേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. ബിക്കോസ് സിനിമ ഈസ് ആഫ്റ്റർ ഓൾ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ലൈഫ്. നമ്മൾ ജീവിതത്തിൽ കാണുന്നത് കുറേ മേ ബി 100% സിനിമാസ് അല്ല, ബട്ട് ഡെഫിനറ്റ്ലി 95% സിനിമാസ് നമ്മൾ കാണുന്ന എല്ലാ സിനിമാസ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോർഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ ജീവിതം ആൻഡ് സിനിമ ഇസ് ഓൾമോസ്റ്റ് സെയിം. അത് നമ്മൾ കാണുന്നത് ഒരാളിൻ്റെ 20 years നമുക്ക് 3 hours കാണാം. അതിൻ്റെ ഒരു സിനിമേൻ്റെ ഒരു മാജിക് ഉണ്ട്. അല്ലാതെ സിനിമേൻ്റെ ഒരു ടൈം ഫ്രെയിം, സിനിമേൻ്റെ ഒരു ഇങ്ങനെയുണ്ട്, സിനിമ ആൾക്കാർ സിനിമ എന്നുള്ളതില്ല. ഇറ്റ്സ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചിട്ട് ഫ്യൂച്ചർ ഇങ്ങനെ എല്ലാവരുടെ ഫ്യൂച്ചർ എല്ലാവരും ആലോചിക്കും. അത് സിനിമക്കാരനാണോ, ഡ്രാമ ആൾക്കാരാണോ, മ്യൂസിക് ടെക്നീഷ്യൻസ് ആണോ, നിങ്ങളാണോ, എല്ലാവർക്കും സെയിം അല്ലേ.